വർഷം 2009 ഡിസംബർ 19 രാത്രി 12:30. ഡിസംബർ മാസത്തിലെ തണുപ്പിൽ വിറച്ചുപോയ ഒരാൾ ശ്മശാനത്തിൻ്റെ കവാടത്തിൽ വന്നു. കവാടത്തിൻ്റെ അടുത്തുള്ള ഒരു മരത്തിൽ ആ രാത്രിയിലും ഒരു കാക്ക അതിൻ്റെ കറുത്ത കണ്ണുകൾ തുറന്ന് അവനെ തുറച്ചു നോക്കിക്കൊണ്ടേയിരുന്നു. അവനാണെങ്കിൽ മനസ്സിൽ, ഈ 3 പേര് എവിടെ പോയി? രാത്രി 12 മണിക്ക് വരുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്ന് പരിഭവിച്ചു. അവൻ്റെ വിടർന്ന കണ്ണുകൾ അവർ മൂവർക്കുമായി കാത്തിരുന്നു. അതേസമയം ഒരു മോട്ടോർ സൈക്കിൾ ആ ശ്മശാനത്തിൻ്റെ അടുത്തുകൂടി വന്നു. ആ മോട്ടോർ സൈക്കിൾ കണ്ടപ്പോൾ തന്നെ അവൻ പെട്ടെന്നൊരു മരത്തിൻ്റെ പിന്നിൽ പോയി ഒളിച്ചു. ആ വാഹനം ശ്മശാനം കടന്നുപോയി. ഓ, സമാധാനമായി. ബൈക്കിൽ പോയവൻ എന്നെ കണ്ടില്ല എന്ന് തോന്നുന്നു. അധികം വൈകാതെ ശ്മശാനത്തിൻ്റെ കവാടത്തിൽ ഒരു ജീപ്പ് വന്നു നിന്നു. അതിൽ നിന്ന് മുഖം മൂടി ധരിച്ച 3 പേർ അതിവേഗം താഴേക്കിറങ്ങി. നിങ്ങളോട് എത്ര മണിക്കാണ് വരാൻ പറഞ്ഞത്? എന്നിട്ട് നിങ്ങൾ എപ്പോഴാണ് വരുന്നത്? ബോഡി എടുത്തു വരുന്നത് അത്ര നിസ്സാര കാര്യമാണോ? ശരി, കുഴിയെല്ലാം കുഴിച്ചോ? എല്ലാം തയ്യാറാണോ? ആ, ബോഡി കുഴിച്ചിട്ടാൽ മാത്രം മതിയെന്ന് അവരിൽ ഒരാൾ പറഞ്ഞു. ഈ ശ്മശാനം സുരക്ഷിതമാണോ? ഒരു പ്രശ്നവും വരില്ലല്ലോ എന്ന് മറ്റൊരാൾ ചോദിച്ചു. അതൊന്നും വരില്ല, ബോഡി എടുത്തുകൊണ്ട് വരൂ എന്ന് അവർക്ക് വേണ്ടി കാത്തിരുന്നവൻ പറഞ്ഞു. അവർ മൂവരും ആ ജീപ്പിൻ്റെ പിന്നിലേക്ക് പോയി. അവിടെ ഒരു സ്ത്രീയുടെ ശരീരം മലർന്നു കിടന്നിരുന്നു. അവർ 3 പേരും ചേർന്ന ആ സ്ത്രീയുടെ ബോഡി എടുത്തുകൊണ്ട് ശ്മശാനത്തിലേക്ക് കടക്കാനായി വരുമ്പോൾ ആ ഭാഗത്ത് വെളിച്ചം അധികം ഉണ്ടായിരുന്നില്ല. അന്നൊരു അമാവാസി രാവായിരുന്നു. ബോഡി എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരാൾ കാല് തെറ്റി താഴെ വീണു. ബോഡി താഴെ വീണുപോയി. കയ്യിലുണ്ടായിരുന്ന ടോർച്ച് ലൈറ്റ് ഒരാൾ ബോഡിക്ക് നേർക്കടിച്ചു. അത് ശ്വാസമെടുക്കുന്നത് അവൻ കണ്ണുകൊണ്ട് തന്നെ കണ്ടു. ഡാ, ഇവളിതുവരെ മരിച്ചില്ലല്ലോടാ. മറ്റേ 2 പേരും ആ സ്ത്രീയെ കണ്ടു. അവളുടെ അന്ത്യശ്വാസം മെല്ലെ വായിലൂടെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. മൂവരിൽ ഒരാൾ, ഡാ, നീയല്ലേ ഇവൾ മരിച്ചെന്ന് പറഞ്ഞത്? ഞാൻ അവളെ പരിശോധിച്ചപ്പോൾ അവളുടെ ശരീരത്തിൽ ജീവനുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് അടുത്ത് കിടന്നൊരു കല്ലെടുത്ത് അവളുടെ തലയിൽ ആഞ്ഞടിച്ചു. അന്ത്യശ്വാസവും ആ നിമിഷം നിലച്ചു. വീണ്ടും ആ സ്ത്രീയെ എടുത്തുകൊണ്ട് അവർ ശ്മശാനത്തിലേക്ക് കാൽ വയ്ക്കുമ്പോൾ ഇടിമിന്നലോടുകൂടിയ മഴ ആർത്തു പെയ്യാൻ തുടങ്ങി. മഴയുടെ വേഗത കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ കൂടി. ശ്മശാനത്തിൽ അവർക്ക് വേണ്ടി കാത്തിരുന്നവൻ അവിടെയുണ്ടായിരുന്ന ഒരു ചെറിയ കെട്ടിടത്തിലേക്ക് കൈകൾ നീട്ടി. ബോഡി എടുത്തുകൊണ്ട് അവർ മൂവരും അതിവേഗം ആ കെട്ടിടത്തിലേക്ക് പ്രവേശിച്ചു. അതൊരു ശ്മശാനത്തിലെ ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടമായിരുന്നു. മഴ നിന്നാൽ ഉടൻ അവളെ അടക്കം ചെയ്യാമെന്ന് അവർ പരസ്പരം സംസാരിച്ചു. ഇങ്ങോട്ട് നോക്കടാ, മരിച്ച ശേഷവും ഇവളെത്ര സുന്ദരിയായിരിക്കുന്നു. എന്തടാ, നീ ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചില്ലേ? അതുകൊണ്ട് നിനക്ക് തൃപ്തിയായില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മറ്റൊരുത്തൻ ചിരിക്കാൻ തുടങ്ങി. ആകാശം മെല്ലെ കണ്ണുനീർ തുള്ളികൾ കുറയ്ക്കാൻ തുടങ്ങി. കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ മഴ നിന്നു. പുറത്ത് ആൽമരത്തിലിരുന്ന വലിയ കാക്ക വേഗത്തിൽ പറന്നു വന്ന് ഇവർ കുഴി കുഴിച്ചു വെച്ച ഭാഗത്തിനടുത്തുള്ള ഒരു തേക്ക് മരത്തിലിരുന്നു. അവർ 4 പേരും അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ആ കുഴി വെള്ളത്താൽ നിറഞ്ഞിരിക്കുന്നു. ഛേ! 4 പേരിൽ ഒരാൾ വേഗത്തിൽ ചെന്ന് ഒരു ബക്കറ്റ് എടുത്തു വന്നു. ആ കുഴിയിൽ നിറഞ്ഞ വെള്ളം കോരി പുറത്തേക്ക് ഒഴിക്കാൻ തുടങ്ങി. ബാക്കി 3 പേരും ആ കെട്ടിടത്തിൽ നിന്നും ആ സ്ത്രീയെ എടുത്തുകൊണ്ടുവന്നു. അതേസമയം ആ ശ്മശാനത്തിലുണ്ടായിരുന്ന നായ അതിഭയാനകമായി കുരച്ചുകൊണ്ട് ശ്മശാനത്തിൻ്റെ കവാടത്തിലേക്ക് ഓടി. ആ കുഴിയിൽ കിടക്കുന്ന സ്ത്രീയുടെ ഇടത് കണ്ണിന് മുകൾ ഭാഗത്ത് ഒരു വലിയ മുറിവുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ 2 ചെവികളിൽ നിന്നും രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. ഈ പെൺകുട്ടിയെ നിങ്ങൾ നന്നായി ഉപദ്രവിച്ചെന്ന് തോന്നുന്നു. ഇതെന്താണ് ഈ മുറിവ്? അവൾ കുറച്ച് ധിക്കാരം കാണിച്ചപ്പോൾ ഒരു ഗ്ലാസ് കൊണ്ട് തലയിൽ ചെറുതായി ഒന്ന് അടിച്ചു. അത്രേ ഉള്ളൂ. അവൾ അങ്ങനെ ബോധം കെട്ട് താഴെ വീണു. ശരി, വേഗം കുഴിയിലേക്കിട്. അവർ 4 പേരും അവിടെ ഉണ്ടായിരുന്ന മൺവെട്ടി കയ്യിലെടുത്ത് ആ കുഴി നിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ആ മരത്തിലുണ്ടായിരുന്ന കാക്ക ഭയങ്കരമായ ശബ്ദത്തോടെ ആ രാത്രിയിലും കരയാൻ തുടങ്ങി. എനിക്കെന്തോ ഇത് ശരിയായി തോന്നുന്നില്ല. ഇത് ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി നമ്മളെ വെറുതെ വിടില്ലെന്ന് തോന്നുന്നു. ഒരു നിമിഷം നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ തൻ്റെ പാൻസിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു നാരങ്ങ എടുത്ത് അതിനെ 4 കഷ്ണങ്ങളാക്കി മുറിച്ച് ആ കുഴിയുടെ 4 ഭാഗങ്ങളിലേക്കും വലിച്ചെറിഞ്ഞു. നിങ്ങൾ 3 പേരോട് ഞാൻ വ്യക്തമായി പറയാണ്, എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ തന്നെ സഹിക്കേണ്ടി വരും. ദയവായി ഈ പ്രശ്നത്തിൽ എന്നെ കൊടുക്കരുത് എന്ന് അവൻ പറഞ്ഞു. നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ കാര്യം ആരും കണ്ടു കാണില്ല അല്ലേ എന്ന് ഒരാൾ ചോദിച്ചു. ഈ പെൺകുട്ടി അനാഥയാണ്. ആര് കാണാൻ? ഇനി ആരെങ്കിലും കണ്ടിരുന്നാലും അത് പിന്നെ നോക്കാം. അനാഥയായ പെൺകുട്ടിയെക്കുറിച്ച് ആർക്കാണ് ശ്രദ്ധയുണ്ടാകുക? നാട്ടുകാർ കുറച്ചു നാളത്തേക്ക് അന്വേഷിക്കും, എന്നിട്ട് അതുപോലെ തന്നെ വിട്ടേക്കും എന്ന് മറ്റൊരാൾ പറഞ്ഞു. ഇവർ 4 പേരുടെയും ഈ പ്രവൃത്തികളെല്ലാം ആ കറുത്ത കാക്ക കരഞ്ഞുകൊണ്ട് നോക്കിക്കൊണ്ടേയിരുന്നു. 5 വർഷങ്ങൾക്ക് ശേഷം ഒരു കല്യാണ മണ്ഡപം. എങ്ങും ശബ്ദങ്ങൾ, എല്ലാവരും സന്തോഷത്തിൽ. ചെക്കൻ റെഡിയായോ എന്ന് വരൻ്റെ കൂട്ടുകാരൻ വിനോദ് ചോദിച്ചു. റെഡിയായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് വരൻ്റെ അച്ഛൻ വരൻ്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. വരൻ്റെ കൂട്ടുകാർ വരൻ്റെ മുറിയിലേക്ക് പോയി. അവിടെ ജിതിൻ പട്ടുമുണ്ടും പട്ട് ഷർട്ടും ധരിച്ച് സുന്ദരനായി നിന്നിരുന്നു. സിനിമയിലെ കഥാകൃത്താണവൻ. പ്രായം ഏതാണ്ട് 35 വയസ്സ്.
വൈകിയുള്ള വിവാഹമെന്ന് പറയാം. ജിതിന് കണ്ടുവച്ചിട്ടുള്ള പെൺകുട്ടി അവൻ്റെ അമ്മാവൻ്റെ മകൾ തന്നെയാണ്. ആദ്യം പറ്റില്ലെന്ന് വാശി പിടിച്ചവൾ പിന്നീട് സമ്മതിച്ചു. ആ വരൻ്റെ മുറിയുടെ വാതിൽ തുറന്നുകൊണ്ട് വിൻസെൻ്റ് അകത്തേക്ക് കടന്നു. വിൻസെൻ്റ് ഒരു സംഗീത സംവിധായകനാണ്. ഇതുവരെ 20-ലധികം സിനിമകൾ സംഗീതം നൽകിയിട്ടുണ്ട്. വിനോദ സിനിമകളിൽ അഭിനയിച്ചു വരുന്നു. നായകൻ്റെ കൂട്ടുകാരനായി അഭിനയിക്കുന്നവൻ നായകവേഷത്തിനായി കാത്തിരിക്കുന്നു. അവർ ഇരുവരുടെയും പ്രായം ഏതാണ്ട് 35-ൽ കൂടുതലായിരിക്കും. ഇരുവരും വിവാഹിതരാണ്. എന്താ ജിതിൻ, ഒടുവിൽ പെണ്ണ് കിട്ടിയല്ലേ? അതെ, ഇതിനായി ഞാൻ പെട്ട പാട്. ശരി, വേഗം റെഡിയാക്ക്, കല്യാണത്തിന് സമയമായി എന്ന് പറഞ്ഞ അവൻ്റെ കൂട്ടുകാർ ഇരുവരും ആ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. വരൻ്റെ മുറിയിൽ ജിതിൻ ഒരുങ്ങിയിരിക്കുന്നു. ആരോ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. തുറന്നു നോക്കി. പുറത്ത് വധു ചിരിച്ചുകൊണ്ട് അവൻ്റെ മുറിയിലേക്ക് കടന്നു വന്നു. എന്താ മീന, എന്താ ഈ സമയത്ത് വന്നത്? എന്താ, നിങ്ങളെ കാണാൻ വരാൻ പാടില്ലേ? ഇല്ല, ഞാനങ്ങനെ പറഞ്ഞതല്ല. നീ ഒരുങ്ങിയോ? കണ്ടാലെങ്ങനെയുണ്ട്? കുത്തിയുണ്ടാക്കിയ തങ്ക വിഗ്രഹം പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞവൻ അവളെ കെട്ടിപ്പിടിച്ചു. ചെക്കനെ കൂട്ടിക്കൊണ്ടുവരൂ എന്ന് അവിടെ ഉണ്ടായിരുന്ന അയ്യർ പറഞ്ഞു. വരൻ്റെ മുറിയെ ലക്ഷ്യമാക്കിയ കൂട്ടുകാരിരുവരും അതിവേഗമെത്തി വാതിലിലേക്ക് മുട്ടി. പക്ഷേ വാതിൽ അകത്തു നിന്നും കുറ്റിയിട്ടിരുന്നു. ഏകദേശം 10 മിനിറ്റിൽ കൂടുതൽ മുട്ടിക്കൊണ്ടേയിരുന്നു. ജിതിൻ വാതിൽ തുറക്കുന്നില്ല. ജിതിൻ, വാതിൽ തുറക്കടാ, സമയമായി, വേഗം വരൂടാ. വരൻ്റെ മുറിക്കടുത്ത് 2 കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. എടാ പിള്ളേരെ, അകത്തു നിന്നും ആരെങ്കിലും പുറത്തു വന്നത് നിങ്ങൾ കണ്ടോ എന്ന് വിനോദ് ചോദിച്ചു. ഇല്ല അങ്കളെ, അകത്തു നിന്നും പുറത്തു വന്നില്ല. പക്ഷേ ആൻറ്റി മാത്രം അകത്തേക്ക് പോയിരുന്നു. അണിഞ്ഞൊരുങ്ങി നല്ല സുന്ദരിയായി എന്ന് ആ ചെറിയ പയ്യൻ പറഞ്ഞു. ഇവന് ഈ നേരത്തെ എന്ത് പണിയായി കാണിക്കുന്നത് എന്ന് വിൻസെൻ്റ് പറഞ്ഞു. ഇരുവരും വാതിൽ ശക്തിയായി ഇടിച്ചു. തുറക്കാൻ തുടങ്ങി. വാതിൽ തുറന്നില്ല. 10 മിനിറ്റായി മുട്ടിക്കൊണ്ടിരുന്നവർ അരമണിക്കൂറിൽ കൂടുതൽ ആ മുറിക്ക് മുന്നിൽ നിന്നു. ഒരു കൂട്ടം ആളുകൾ അവിടെ തടിച്ചുകൂടി. അതേസമയം വരൻ്റെ മുറിയെ ലക്ഷ്യമാക്കി വധു വന്നുകൊണ്ടേയിരുന്നു. അത് കണ്ട വിനോദും വിൻസെൻറ്റും, നിങ്ങൾ അകത്തല്ലായിരുന്നോ? ആ കുട്ടികൾ നിങ്ങൾ അകത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഞാനതിനെപ്പോഴാണ് ഇങ്ങോട്ട് വന്നത് എന്ന് വധു ഞെട്ടലോടെ പറഞ്ഞു. ഞെട്ടിയ ഇരുവരും മുറിയുടെ വാതിൽ ശക്തിയായി ഇടിച്ചു തകർത്തു. അകത്ത് ചെന്ന് നോക്കിയപ്പോൾ ആ മുറിയിൽ ആരുമില്ല. ആ മുറിയിൽ ജിതിൻ ഇല്ലാത്തത് കണ്ട് അവർ ഞെട്ടിപ്പോയി. അതേസമയം വരൻ്റെ മുറിയിലുള്ള ബാത്റൂമിൽ നിന്നും വെള്ളം തുള്ളി തുള്ളിയായി വീഴുന്നത് വിൻസെൻ്റ് ശ്രദ്ധിച്ചു. ഒരുപക്ഷെ ബാത്റൂമിൽ ഉണ്ടാകുമോ ജിതിൻ എന്ന് ചിന്തിച്ചുകൊണ്ട് ബാത്റൂമിൻ്റെ വാതിൽ തുറന്നു നോക്കി. അവിടെ കാത്തിരുന്നത് വലിയ ഞെട്ടലായിരുന്നു. ബാത്റൂമിൻ്റെ മൂലയിൽ ജിതിൻ ചുമരിൽ ചാരിയിരുന്ന് കാലുകൾ നീട്ടി താഴെ കിടക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കയ്യിൽ നിന്നും രക്തമൊഴുകുന്നുണ്ട്. അടുത്ത് ഒരു കത്തിയും കിടക്കുന്നത് വിൻസെൻ്റ് ശ്രദ്ധിച്ചു. എല്ലാവരും വരൂ, ജിതിൻ ഇവിടെയുണ്ട്. ജിതിൻ, നിനക്കെന്താ പറ്റിയത് എന്ന് അലറിക്കൊണ്ട് ബാത്റൂമിലേക്ക് കടന്നു. അവനെ തട്ടിയുണർത്താൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ അപ്പോഴേക്കും അവൻ മരിച്ചിരുന്നു. അതിവേഗം ആംബുലൻസിലേക്ക് വിവരം നൽകി. 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ആംബുലൻസ് അവിടെ എത്തിച്ചേർന്നു. ജിതിനെ ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് തിരിച്ചു. ആശുപത്രിയിൽ ചെന്ന ഉടനെ ഡോക്ടർ പറഞ്ഞു, സോറി, ജിതിൻ്റെ ജീവൻ പോയിട്ട് അരമണിക്കൂറിൽ കൂടുതലായിരിക്കും. പോലീസിന് വിവരം നൽകി. നല്ല ആരോഗ്യ ശരീരഘടനയുള്ള ഒരു ചെറുപ്പക്കാരൻ പോലീസ് ജീപ്പിൽ നിന്നിറങ്ങി. പ്രായം 29. ആ പ്രായത്തിൽ പോലീസ് ഇൻസ്പെക്ടർ പദവി. പേര് കാർത്തിക്. കോൺസ്റ്റബിൾ വിവേകും കൂടെയുണ്ടായിരുന്നു. ഇരുവരും വേഗത്തിൽ ആശുപത്രിയിലേക്ക് കടന്നു. ജിതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് കല്യാണ മണ്ഡപത്തിലേക്ക് തിരിച്ചു. അവിടെ ഫോറൻസിക് ഉദ്യോഗസ്ഥരെ വരുത്തി ബാത്റൂമിലുള്ള എല്ലാ തെളിവുകളും ശേഖരിക്കാൻ ഇൻസ്പെക്ടർ ഉത്തരവിട്ടു. പോസ്റ്റ്മോർട്ടത്തിനായി ജിതിൻ്റെ ശരീരം സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. സാർ, ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ ഇത്രയും ക്രൂരമായിട്ടാണോ കൈ മുറിക്കുന്നത്? അതുമാത്രമാണോ? ആ പയ്യൻ്റെ കല്യാണവുമാണ്. ഇവനെന്തിനാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്ന് കോൺസ്റ്റബിൾ വിവേക് ചോദിച്ചു. അന്വേഷിച്ച് നോക്കിയാൽ മാത്രമേ എന്താണെന്ന് അറിയാൻ കഴിയൂ എന്ന് ഇൻസ്പെക്ടർ കാർത്തിക് പറഞ്ഞു. ജിതിൻ്റെ അമ്മാവൻ്റെ മകൾ കല്യാണ മണ്ഡപത്തിൽ ഒന്നും സംഭവിക്കാത്തതുപോലെ വളരെ സാധാരണയായി പെരുമാറി. ഇവനില്ലെങ്കിൽ മറ്റൊരാൾ, എങ്ങനെയായാലും എന്നെ ഒരാൾക്ക് കെട്ടിച്ചു കൊടുക്കാനാണല്ലോ പോകുന്നത് എന്നവൾ പരിഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻസ്പെക്ടർ കാർത്തിക് കണ്ടുകൊണ്ട് നടന്നു വന്നു. വിനോദിനും വിൻസെന്റിനും ജിതിൻ്റെ അമ്മാവൻ്റെ മകളെക്കുറിച്ച് ഒരു സംശയമുണ്ടായിരുന്നു. ആ കുട്ടികൾ പറഞ്ഞ പോലെ അവൾ മാത്രമാണ് ആ മുറിയിൽ പോയത്. പോയപ്പോൾ തിരിച്ചു വന്നില്ല. അതാരും കണ്ടതുമില്ല. വിനോദും വിൻസെന്റും സർക്കാർ ആശുപത്രിയിലേക്ക് പോയി. കൂട്ടുകാരൻ്റെ ജീവൻ പോയത് അവർക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. വിനോദ് ഡയറക്ടർ കൃഷ്ണയെ ബന്ധപ്പെട്ടു. ഹലോ കൃഷ്ണ സാർ, നമ്മുടെ ജിതിൻ മരിച്ചുപോയി. എന്തായി പറയുന്ന വിനോദ്? അതെ സാർ, ആത്മഹത്യയാണ്. ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. അങ്ങനെയാണോ? ശരി, നിങ്ങൾ അവിടെ തന്നെ നിൽക്ക്, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് കൃഷ്ണ ഫോൺ കട്ട് ചെയ്തു. അദ്ദേഹം പറഞ്ഞതുപോലെ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചേർന്നു. നടന്ന വിവരങ്ങളെല്ലാം വിനോദിനോടും വിൻസെന്റിനോടും ചോദിച്ചറിഞ്ഞു. അവനതിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്താണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് അറിയില്ലല്ലോ എന്ന് ഡയറക്ടർ കൃഷ്ണ പറഞ്ഞു. സാർ, ഇത് ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്ന് എനിക്ക് വ്യക്തമായി അറിയില്ല.
എന്ന് വിൻസെന്റ് പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പോലീസ് ഇൻസ്പെക്ടർ കാർത്തിക്കും അവിടേക്ക് എത്തിച്ചേർന്നു. ജിതിന്റെ അച്ഛനമ്മമാരോട് അന്വേഷണം നടത്തി. ഒരു വിവരവും ലഭിച്ചില്ല. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ജിതിന്റെ ശരീരം മാതാപിതാക്കൾക്ക് വിട്ടുകൊടുത്തു. അന്ത്യകർമ്മങ്ങൾക്കായി എല്ലാവരും പോകാൻ തുടങ്ങി. വിനോദും വിൻസെന്റും കൃഷ്ണയും മൂവരും മെല്ലെ ഇൻസ്പെക്ടർ കാർത്തികിന്റെ അടുത്തെത്തി. അവനങ്ങനെ ചെയ്യാനുള്ള കാരണം എന്തെങ്കിലും സൂചന കിട്ടിയോ ഇൻസ്പെക്ടർ എന്ന് ഡയറക്ടർ കൃഷ്ണ ചോദിച്ചു. ബാത്റൂമിൽ നിന്നും ആകെ കിട്ടിയത് ഒരു കത്തിയാണ്. ആ കത്തി കാണാൻ തന്നെ വളരെ പഴയ കാലത്തുള്ള ഒരു കത്തി പോലെ തോന്നുന്നു. അതുകൊണ്ട് കൈ മുറിച്ചിരിക്കാനാണ് സാധ്യത. ഒരുപാട് രക്തം പുറത്തേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ജീവൻ പെട്ടെന്ന് പോയിരിക്കുമെന്ന് കരുതുന്നു. ആ ബാത്റൂമിലുള്ള വിരലടയാളങ്ങളെല്ലാം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ ഇത് കൊലപാതകമാണോ അതോ ആത്മഹത്യയാണോ എന്ന് അറിയാൻ കഴിയും. പിന്നെ നിങ്ങൾ 3 പേരോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളുടെ കൂട്ടുകാരൻ ജിതിനെ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? ശത്രുക്കളൊന്നും ആരുമില്ല. സിനിമാ ഫീൽഡിൽ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷെ കൊലപാതകം ചെയ്യുന്ന അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല സാർ എന്ന് കൃഷ്ണ പറഞ്ഞു. ശരി, ഇന്ന് വൈകുന്നേരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കിയിട്ട് നിങ്ങളെ 3 പേരെയും വിളിപ്പിക്കാം. നിങ്ങളുടെ 3 പേരുടെയും നമ്പർ ഒന്ന് തന്നിട്ട് പോയിക്കോളൂ എന്ന് ഇൻസ്പെക്ടർ പറഞ്ഞു. ശരിയെന്ന് അവർ മൂവരും തലയാട്ടി. അവരുടെ മൊബൈൽ നമ്പറുകൾ കാർത്തികിന് നൽകി. അത് വാങ്ങിയ കാർത്തിക് അവിടെ നിന്നും പോയി. ശരിയെന്നാൽ കാർത്തിക് സാറ് വിളിച്ചാൽ എന്നെയും വിളിക്കണം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉടൻ വിളിക്കണം. ഞാനും പോകുന്നു എന്ന് ഡയറക്ടർ കൃഷ്ണ പറഞ്ഞു. വിനോദും വിൻസെന്റും തലയാട്ടി. ഇരുവരും ഒരേ കാറിൽ കയറി ജിതിന്റെ അന്ത്യകർമ്മങ്ങൾക്കായി പോവുകയായിരുന്നു. വിൻസെന്റിന്റെ മുഖം കാണാൻ അല്പം ഭയപ്പെട്ടതുപോലെ തോന്നി. വിൻസെന്റ്, എന്താണ് പറ്റിയത്? ജിതിന് നമ്മളെ വിട്ട് പോകണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് പോയി. നീ വിഷമിക്കണ്ട. അതൊക്കെ അവിടെ ഇരിക്കട്ടെ വിനോദ്. ബാത്റൂമിൽ ഞാനൊരു കാര്യം കണ്ടു. എന്ത് കണ്ടു? ആ കത്തി. ഏത് കത്തി? അത് ആ പൂങ്കുടി ഗ്രാമത്തിൽ ആ പെൺകുട്ടിയുടെ വീട്ടിലുണ്ടായിരുന്ന കത്തി. ഇത് കേട്ടപ്പോൾ വേഗത്തിൽ പോയിക്കൊണ്ടിരുന്ന കാറ് ബ്രേക്ക് ഇട്ട് നിന്നു. എന്താ നീ പറയുന്ന വിൻസെന്റ്? അതേ വിനോദ്, അതേ കത്തി. ആ കത്തി എനിക്ക് നന്നായി ഓർമ്മയുണ്ട്. നമ്മൾ അവളുടെ വീട്ടിലായിരുന്നപ്പോൾ ആ കത്തിയുടെ ഭംഗി ഞാൻ ആസ്വദിച്ചിരുന്നു. അത് പഴയ കാലത്തെ ഒരു കത്തിയായിരുന്നു. ആ കത്തി എങ്ങനെയാണ് ജിതിന്റെ കയ്യിൽ വന്നത്? നീ ആവശ്യമില്ലാതെ മനസ്സിനെ കുഴപ്പിക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കണ്ട. നമ്മളുടെ കിരൺ ആ കത്തി എടുത്തിട്ടുണ്ടാകില്ല. ഇല്ല, ആ കത്തി എടുത്തിട്ട് വരാൻ ഒരു സാധ്യതയുമില്ല. കാരണം ആ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തു വരുന്നതുവരെ ആ കത്തി ആ ടേബിളിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ വാതിൽ പൂട്ടുന്നതുവരെ ആ കത്തി ടേബിളിൻ്റെ മുകളിലുണ്ടായിരുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അത്രയും മനോഹരമായ കത്തി ഉപേക്ഷിച്ച് പോവുകയാണല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ മനസ്സ് 2-3 ദിവസത്തേക്ക് അത് തന്നെ ഓർത്ത് ഇരുന്നിരുന്നത് ഞാൻ ഓർക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വ്യക്തമായി പറയുന്നത്. ബാത്റൂമിലുണ്ടായിരുന്ന ആ കത്തി ആ പെൺകുട്ടിയുടെ വീട്ടിലുണ്ടായിരുന്ന കത്തി തന്നെയാണ്. ശരി, വിട്ടുകള വിൻസെന്റ്. ആദ്യം പോയി ജിതിന്റെ അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കാം. അതിനുശേഷം മറ്റെല്ലാം സംസാരിക്കാം എന്ന് വിനോദ് പറഞ്ഞു. വിനോദ് എന്തു പറഞ്ഞാലും ആ കത്തി ബാത്റൂമിൽ ഉണ്ടായിരുന്നത് വിൻസെന്റിന് എന്തോ പോലെ തോന്നി. രാത്രി മുഴുവനും അതോർത്തിരുന്നു. ഈ സംഭവം ഡയറക്ടർ കൃഷ്ണയോട് പറയണോ എന്ന് അവൻ്റെ മനസ്സ് പിടഞ്ഞു. എന്നിരുന്നാലും വേണ്ടെന്നുറപ്പിച്ചു. ആ കത്തിയുടെ ഓർമ്മയിൽ അവൻ ഉറങ്ങിപ്പോയി. പറ ഡോക്ടറെ, സമയം 10 മണിയായി. ഈ സമയത്ത് തന്നെ റിപ്പോർട്ട് വാങ്ങാൻ വരണോ? വരണം കാർത്തിക് സാറേ. നാളെ എനിക്ക് അവധിയാണ്. എന്തായാലും എനിക്ക് റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞ് നിങ്ങളെന്നെ വിളിച്ച് ശല്യം ചെയ്യും. നേരത്തെ ഞാൻ നിങ്ങൾക്ക് റിപ്പോർട്ട് തന്നാൽ നിങ്ങളെന്നെ ശല്യം ചെയ്യില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ എന്നെ ശല്യമാണെന്ന് പറയുകയാണോ ഡോക്ടറെ? അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞതാണ് കാർത്തിക്. ഉടൻ നിങ്ങൾ ആശുപത്രിയിലേക്ക് വരൂ. റിപ്പോർട്ട് തയ്യാറാണ്. വാങ്ങിച്ചു പോയിക്കോ. ശരി ഡോക്ടറെ, നിങ്ങൾ അവിടെ തന്നെ നിൽക്കുക, ഞാൻ വരുന്നു. ആശുപത്രിയിൽ ഇരുവരും ഡോക്ടറുടെ മുറിയിൽ പ്രവേശിച്ചു. ഈ കേസ് ആത്മഹത്യയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നിങ്ങളുടെ അടുത്ത് ചില ചോദ്യങ്ങൾ ചോദിക്കാമോ? ഷുവർ ഡോക്ടറെ, പറഞ്ഞോളൂ. ഫോറൻസിക് എന്തെങ്കിലും കണ്ടെത്തിയോ? ഇല്ല ഡോക്ടറെ. അവരിത് ആത്മഹത്യയായിരിക്കുമെന്ന് പറയുന്നു. കാരണം മരിച്ചവൻ്റെ ഫിംഗർ പ്രിൻ്റ് അല്ലാതെ വേറൊന്നും ആ ബാത്റൂമിലില്ല. അതുമാത്രമല്ല, കത്തിയിലും അവൻ്റെ ഫിംഗർ പ്രിൻ്റ് തന്നെയാണ്. അവൻ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയെന്നാണ് അവർ പറഞ്ഞത്. ഞാനും ആ ബാത്റൂമിൽ മുഴുവൻ പരിശോധിച്ചു നോക്കി. സംശയിക്കാൻ മാത്രം അവിടെ ഒന്നുമില്ല ഡോക്ടറെ. ശരീരത്തിൽ നിന്നും രക്തം മാത്രം ഒരുപാട് പോയിരിക്കുമെന്ന് കരുതുന്നു. ആ സ്ഥലം മുഴുവനും രക്തമായിരുന്നു. കറക്റ്റ് മിസ്റ്റർ കാർത്തിക്. 24 തവണ അവൻ്റെ കയ്യിലുള്ള ഞരമ്പ് മുറിച്ചിരിക്കുന്നു. എന്താണ് ഈ ഡോക്ടർ പറയുന്നത്? മുറിച്ചിരിക്കുന്നുവെന്നോ? അപ്പോൾ ഇത് കൊലപാതകമാണോ? ഞാനും അതാ ആലോചിക്കുന്നത്. ഞാൻ പരിശോധിച്ചു. വേറെ ഫിംഗർ പ്രിൻറ്റ്സ് ഒന്നും ലഭിച്ചിട്ടില്ല. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ അവൻ്റെ വലത് കൈ ആരോ ശക്തിയായി പിടിച്ചിട്ടുണ്ട്. കത്തികൊണ്ട് 24 തവണ തുടർച്ചയായി വെട്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ജീവൻ പെട്ടെന്ന് പോയത്. അവൻ്റെ വലത് കൈ മുറുകെ പിടിച്ചതിൻ്റെ അടയാളം വ്യക്തമായിട്ടുണ്ട്. പക്ഷെ ആ തെളിവല്ലാതെ വേറെയൊന്നും അവൻ്റെ ശരീരത്തിലില്ല. വേറെ വിരലടയാളങ്ങളൊന്നും അവൻ്റെ ബോഡിയിൽ കാണാനില്ല. അതാണ് എനിക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് കാർത്തിക് സാർ. കൊലപാതകയെ ഗ്ലൗസ് ഇട്ടത് ചെയ്തിരിക്കാമല്ലോ. ഇല്ല, ഗ്ലൗസ് ഇട്ട കൈ പിടിച്ചതുപോലെ തോന്നുന്നില്ല. കൊലപാതകം ചെയ്യുമ്പോൾ അവൻ രക്ഷപ്പെട്ടു പോകരുതെന്ന് കരുതി വളരെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. വളരെ ആഴത്തിലും വെട്ടിയിട്ടുണ്ട്.
ഇതെന്തോ പ്രതികാരം പോലെ തോന്നുന്നു. മറ്റ് വിവരങ്ങളെല്ലാം റിപ്പോർട്ടിലുണ്ട്. എനിക്ക് വ്യക്തമായി ഒന്നും മനസ്സിലാകുന്നില്ല. ഇത് കൊലപാതകമാണോ അതോ ആത്മഹത്യയാണോ എന്ന്. എന്താണ് ഡോക്ടറെ, നിങ്ങൾ തന്നെ ഇങ്ങനെ പറയുന്നു? മിസ്റ്റർ കാർത്തിക്, നിങ്ങൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന്. എന്ത് ചെയ്യാനാണ്, വേറെ സൂചനയൊന്നും ലഭിക്കുന്നില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. കൊച്ചി നഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്ത് 4 വലിയ കെട്ടിടങ്ങൾ. ഓരോ കെട്ടിടത്തിലും കുറഞ്ഞത് 50 വീടെങ്കിലും ഉണ്ടാകും. ആ അപ്പാർട്ട്മെന്റിലെ 25ാമത്തെ നിലയിലാണ് ഡയറക്ടർ കൃഷ്ണ താമസിക്കുന്നത്. അദ്ദേഹത്തിന് ഭാര്യയും മക്കളൊന്നുമില്ല. ഒറ്റയ്ക്കാണ് താമസം. ഇതുവരെ 20-ലധികം സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അടുത്ത അവസരത്തിനായി കാത്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അപ്പാർട്ട്മെന്റിന്റെ തൊട്ടടുത്ത കെട്ടിടത്തിലാണ് വിൻസെന്റിന്റെ വീട്. കൃഷ്ണയുടെ വീട്ടിൽ നിന്ന് നോക്കിയാലും വിൻസെന്റിന്റെ വീട്ടിൽ നിന്ന് നോക്കിയാലും ഇരുവർക്കും വ്യക്തമായി മുഖം നോക്കി സംസാരിക്കാം. അത്രയ്ക്ക് അടുത്തായിരുന്നു ഇരു കെട്ടിടങ്ങളും. വിൻസെന്റ് തൻ്റെ വീട്ടിലിരിക്കുമ്പോൾ അവൻ്റെ ഫോണിലേക്കൊരു കോൾ വന്നു. എന്താ കൃഷ്ണ സാർ? 11 മണിക്കാണല്ലോ കോള്. ഒന്നുമില്ല വിൻസെന്റ്, വേറെന്തെങ്കിലും ഇൻഫർമേഷൻ അറിഞ്ഞോ? ഇതുവരെ ഒരു കോളും വന്നില്ല സാർ. ശരി. ഇരുവരും സംസാരിച്ചുകൊണ്ട് അവരുടെ വീടിൻ്റെ ബാൽക്കണിയിൽ വന്നു നിന്നു. എതിർവശത്ത് നിന്നുകൊണ്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ വിൻസെന്റ്, പുതിയൊരു പടം വരുന്നുണ്ട്, നീ മ്യൂസിക് ചെയ്യുമോ? വിനോദിനെ ഹീറോയാക്കി ചെയ്യാമെന്ന് ആ പ്രൊഡ്യൂസർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ വിനോദിനോട് ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. ഞാൻ കൺഫേം ചെയ്തിട്ട് നിന്നെ വിളിക്കാം. സാർ ധൈര്യമായി ചെയ്യാം സാർ. ഇപ്പോഴെനിക്ക് ഒരു പടമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതും ഇനിയൊരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ തീരും. നിങ്ങൾ തീർച്ചയായും എന്നെ കൺഫേം ചെയ്തോളൂ സാർ. ഞാൻ നല്ല പാട്ടുകൾ നിങ്ങൾക്ക് ഇട്ടുതരാം സാർ എന്ന് പറഞ്ഞുകൊണ്ട് വിൻസെന്റ് അവൻ്റെ ബാൽക്കണിയിൽ നിന്നും കൈ വീശി കാണിച്ചു. കൃഷ്ണ ഇവിടെ നിന്നും കൈവീശി താഴേക്ക് താഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അകത്തേക്ക് കടന്നു. അതേസമയം കൃഷ്ണയുടെ വീട്ടിൽ ഒരു സ്ത്രീ രൂപം വീടിൻ്റെ ഉള്ളിൽ ഉള്ളത് വിൻസെന്റ് ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന് ആരുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പെണ്ണ് ആരെങ്കിലും ഒരാളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടാകുമെന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ തൻ്റെ വീടിൻ്റെ അകത്തേക്ക് പോയി. പക്ഷെ കൃഷ്ണയ്ക്ക് അറിയില്ലായിരുന്നു അദ്ദേഹം അറിയാതെ വീട്ടിൽ ആരോ ഉണ്ടെന്ന്. ടേബിളിലുള്ള ഭക്ഷണം കഴിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കിടപ്പുമുറിയിലേക്ക് പോയി. കൃഷ്ണയുടെ ഓർമ്മകൾ എന്തോ 5 വർഷങ്ങൾക്ക് മുമ്പ് പോയതുപോലെ. പൂങ്കുടി ഗ്രാമത്തിൽ നടന്ന ഓർമ്മകളെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചലിച്ചുകൊണ്ടേയിരുന്നു. ഒരു നല്ല നായികയെ മിസ്സായിപ്പോയി എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ദുഃഖിച്ചിരുന്നു. അതേസമയം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഹാളിൽ ആരോ നടക്കുന്ന ശബ്ദം കേട്ടു. കൊലുസിൻ്റെ കിലുക്കം. ആ കൊലുസിൻ്റെ കിലുക്കം വ്യക്തമായി അദ്ദേഹത്തിൻ്റെ ചെവിയിൽ കേൾക്കാം. മെല്ലെ വന്ന കൃഷ്ണ തൻ്റെ കിടപ്പുമുറിയുടെ വാതിൽ തുറന്ന് ഹാളിലേക്ക് കടന്നു. അവിടെ ആരുമില്ല. ഇവിടെയല്ലേ നടക്കുന്ന ശബ്ദം ഇപ്പോൾ കേട്ടത്? അതും കൊലുസിൻ്റെ ശബ്ദം വ്യക്തമായി കേട്ടല്ലോ. ആരെയും കാണാനുമില്ല. ഇതെൻ്റെ തോന്നലാണോ? തോന്നലായിരിക്കാനാണ് സാധ്യത എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും തൻ്റെ കിടക്കയിലേക്ക് പോയി ഉറങ്ങാൻ തുടങ്ങി. മഹാബലിപുരം റോഡിൽ ഹോണ്ട സിറ്റി കാർ 120 കിലോമീറ്റർ വേഗത്തിൽ ചീറിപ്പാഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ലഹരിയിൽ ആടിയുലഞ്ഞുകൊണ്ട് വിനോദ് ആ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തൊരു സുന്ദരിയായ യുവതി. എനിക്കൊരുപാട് ലഹരിയുണ്ട്. ഈ ലഹരിയിൽ നിന്റെ മുഖം എനിക്ക് വ്യക്തമായി കാണുന്നില്ല. പക്ഷെ ഏകദേശം നോക്കുമ്പോൾ നീ സുന്ദരിയായിരിക്കുമെന്ന് മാത്രം അറിയാം. ഇന്നെൻ്റെ കൂട്ടുകാരൻ മരിച്ചുപോയി. അതൊന്ന് മറക്കാനാണ് നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത്. അവളൊന്ന് ചിരിച്ചു. വേഗത്തിൽ പോയ കാർ കുറച്ച് സമയത്തിന് ശേഷം മെല്ലെ ഒരു ഓരത്തേക്ക് നിന്നു. കാർ നിർത്തിയ സ്ഥലത്ത് നിന്നും കുറച്ച് അകലെയായി ഒരു മയിൽക്കല്ലിൻ്റെ മുകളിൽ ഒരാൾ ഇരുന്നിരുന്നു. അവനും ലഹരിയിലായിരുന്നു. കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് നോക്കി. കാറിൻ്റെ ഉള്ളിൽ ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം ആ കാറിൽ നിന്നും ഒരു യുവതി പുറത്തേക്ക് വരുന്നത് അവൻ കണ്ടു. അവൾ ചുവപ്പ് നിറത്തിലുള്ള സാരി ധരിച്ചിരുന്നു. ആ ഇരുട്ടിലും അവൾ ധരിച്ചിരുന്ന ചുവപ്പ് നിറത്തിലുള്ള സാരി വ്യക്തമായി കാണാമായിരുന്നു. അവന് തൻ്റെ മനസ്സിൽ കണക്കുകൂട്ടി അവൾ സുന്ദരിയായിരിക്കുമെന്ന്. ആ ലഹരിയിൽ അവിടെ നിന്നും എഴുന്നേൽക്കാൻ കഴിയാതെ ആ മയിൽക്കല്ലിൻ്റെ മുകളിൽ തന്നെ ഇരുന്നു. തൻ്റെ സഹായത്തിനായി ഒരു കൂട്ടുകാരനെ വിളിച്ചിരുന്നു. അവൻ്റെ വരവിനായി അവിടെ കാത്തിരിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ അവിടെ എത്തിച്ചേർന്നു. ആ ഹോണ്ട സിറ്റി കാറും ആ സ്ഥലത്ത് നിന്നിരുന്നു. ഉള്ളിൽ ലൈറ്റും കത്തിക്കൊണ്ടേയിരുന്നു. ഏകദേശം 1.5 മണിക്കൂറായി ഞാനിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ആ വണ്ടിയും അവിടെ തന്നെ നിൽക്കുന്നു. ഉള്ളിൽ നിന്നും നല്ലൊരു പെണ്ണിറങ്ങി വന്നു. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കാണാതായി പോവുകയും ചെയ്തു. പക്ഷേ കാറിൻ്റെ ഉള്ളിൽ മാത്രം ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നു. നിനക്കെന്തെങ്കിലും അറിയാമോ? അതേടാ, എനിക്കെല്ലാം അറിയാം. എന്തിനാടാ നീ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത്? വണ്ടിയിൽ ആരാണ് എന്ന് വന്നവൻ ചോദിച്ചു. എടാ, നമ്മൾ ആ കാറിൻ്റെ അടുത്ത് കൂടിയല്ലേ പോകുന്നത്. എന്താണെന്ന് പോയി നോക്കാം. നിനക്ക് വേറെ പണിയില്ല. ഒന്നാമതേ നിനക്ക് ബോധമില്ല. മിണ്ടാതെ വണ്ടിയിലേക്ക് കയറ്. എടാ, എന്തായാലും നോക്കാം, നീ വാ. ഇരുവരും മെല്ലെ ആ ഹോണ്ട സിറ്റി കാറിൻ്റെ അടുത്തേക്ക് പോയി. കണ്ണാടിയിലൂടെ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന വിനോദിൻ്റെ അവസ്ഥ കണ്ട് രണ്ടുപേരും വിറച്ചുപോയി. അവൻ്റെ കഴുത്തിൽ ആരോ കത്തികൊണ്ട് വരഞ്ഞിരിക്കുന്നു. രക്തമൊഴുകുന്നുണ്ടായിരുന്നു. ലഹരിയിലായിരുന്ന ആള് തൻ്റെ കയ്യിലുണ്ടായിരുന്ന തുണി കൊണ്ട് ആ കാറിൻ്റെ ചില്ല് തകർത്തു. ശ്രദ്ധിച്ചു നോക്കുമ്പോൾ വിനോദിൻ്റെ വലത് കണ്ണിന് മുകൾ ഭാഗത്ത് എന്തോ വെച്ചടിച്ചതുപോലെ ഒരു വലിയ പാട്. അതിൽ നിന്നും രക്തമൊഴുകുന്നുണ്ടായിരുന്നു.
ഡാ, ഇത് ഉറപ്പായും ആ ചുവന്ന സാരി ധരിച്ച ആ പെൺകുട്ടിയായിരിക്കണം. അവൾ കാറിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ വളരെ അഹങ്കാരത്തോടെയാണ് ഇറങ്ങിയത്. പക്ഷെ അവളുടെ മുഖം ഞാൻ കണ്ടില്ലടാ എന്ന് ലഹരിയിലുള്ള ആൾ പറഞ്ഞു. വിനോദിന്റെ ജീവനാണെങ്കിൽ പിടഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവനെ അങ്ങനെ ഉപേക്ഷിച്ചു പോകാൻ അവർക്ക് മനസ്സ് വന്നില്ല. ഉടൻ തന്നെ ആംബുലൻസിലേക്ക് വിളിച്ചു. ആംബുലൻസ് വന്നു ചേരാൻ അരമണിക്കൂറിൽ കൂടുതലെടുത്തു. അതിനുള്ളിൽ പിടഞ്ഞുകൊണ്ടിരുന്ന ജീവൻ നിലയ്ക്കുകയും ചെയ്തു. ഇവന്മാർ ഇത്രയും താമസിച്ചു വന്നാൽ ആരാണ് മരിക്കാതിരിക്കുക എന്നാ ലഹരിയുള്ള ആൾ പറഞ്ഞു. ആംബുലൻസിൽ നിന്നും ഇറങ്ങി വന്നവർ വിനോദിന്റെ ജീവൻ പോയെന്ന് ഉറപ്പിച്ചു. കൂടാതെ ഇത് കൊലപാതകം പോലെ തോന്നുന്നതിനാൽ അവർ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചു. അതേസമയം വിനോദിന്റെ സെൽഫോൺ ശബ്ദിച്ചു. ലഹരിയിലുള്ള ആള് ആ സെൽഫോൺ എടുത്ത് അവന്റെ ചെവിക്ക് കൊടുത്തു. ഹലോ വിനോദ്, എവിടെയാണ്? കൃഷ്ണ സാറ് വിളിച്ചിരുന്നു. ഒരു പടത്തിൽ നിന്നെ ഹീറോയാക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹം തന്നെ പറയട്ടെ എന്ന് കരുതി ഇത്രയും നേരം ഞാൻ മിണ്ടാതിരുന്നു. പക്ഷേ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല സന്തോഷം കൊണ്ട്. അതുകൊണ്ടാണ് 12 മണിക്ക് ശേഷം ഞാൻ നിന്നെ വിളിച്ചത് എന്ന് സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഹലോ ഹലോ ഹലോ, നിങ്ങളുടെ കൂട്ടുകാരൻ പോയി. നിങ്ങളാരാണ്? വേഗം മഹാബലിപുരം റോഡിലേക്ക് വരൂ എന്നാ സ്ഥലത്തിന്റെ വിലാസം വ്യക്തമായി ആ ലഹരിയുള്ള ആൾ പറഞ്ഞു. തൻ്റെ കാറെടുത്ത് വിൻസെന്റ് വേഗത്തിൽ പുറപ്പെട്ടു. പോലീസും വിൻസെന്റും ആ സ്ഥലത്ത് ഒരേ സമയത്ത് എത്തിച്ചേർന്നു. കാറിന്റെ ഉള്ളിൽ മരിച്ചു കിടക്കുന്ന വിനോദിന്റെ ഡെഡ് ബോഡി വിൻസെന്റ് കണ്ടു. അത് കണ്ടപ്പോൾ അവന്റെ മനസ്സ് വളരെ വേദനിച്ചു. വളരെ ക്രൂരമായ രീതിയിൽ അവന്റെ കഴുത്ത് അറുക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ ഇടത് കണ്ണിന് മുകൾ ഭാഗത്തൊരു വലിയ മുറിവുണ്ടായിരുന്നു. മുറിവ് കണ്ടപ്പോൾ അവൻ ഭയന്നുപോയി. 5 വർഷങ്ങൾക്ക് മുമ്പ് ആ പെൺകുട്ടിയുടെ ഇടത് കണ്ണിന് മുകൾ ഭാഗത്തുണ്ടായ അതേ മുറിവ്, കുപ്പി കൊണ്ട് അടിച്ച മുറിവ്. അത് കണ്ടവൻ ആ സ്ഥലത്ത് ഒരു കൽപ്രതിമയെ പോലെ അനങ്ങാതെ നിന്നു. നമ്മളന്ന് ചെയ്ത കൊല ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പ്രതികാരത്തിന് പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അടുത്തത് ഞാനാണ് എന്ന് തന്റെ മനസ്സിന്റെ ഉള്ളിൽ ചിന്തിച്ച് വിവരങ്ങളെല്ലാം പോലീസിനെ അറിയിച്ചാലോ എന്ന് ആലോചിച്ചു. എങ്കിലും താനും കുടുങ്ങിപ്പോകുമെന്ന ഭയം അവനെ തടഞ്ഞു. എങ്ങനെയായാലും ആ കൊലപാതകയെ കണ്ടുപിടിച്ചേ മതിയാകൂ എന്ന് തന്റെ മനസ്സിൽ ഉറപ്പിച്ചു. ഇൻസ്പെക്ടർ കാർത്തിക് വിൻസെന്റിന്റെ അടുത്തേക്ക് വന്നു. നിങ്ങളുടെ അടുത്ത കൂട്ടുകാരനും ഈ അവസ്ഥയായല്ലോ. ഞാൻ തന്നെ നിങ്ങളെ വിളിപ്പിക്കണമെന്ന് കരുതിയതാണ്. ഇന്നലെ നടന്നത് ആത്മഹത്യയല്ല, കൊലപാതകമാണ്. എന്താ ഇൻസ്പെക്ടർ ഈ പറയുന്നത്? അതെ, ജിതിൻ ആത്മഹത്യ ചെയ്തതുപോലെ തോന്നുന്നില്ല. അവന്റെ കൈ മുറുക്കി പിടിച്ച ആരും 24 തവണ ആ കത്തികൊണ്ട് ഞരമ്പിൽ ശക്തമായി വെട്ടിയിരിക്കുന്നു. സാർ, ഇത് തീർച്ചയായും കൊലപാതകം തന്നെയാണ്. വിനോദിനെയും കൊലപ്പെടുത്തിയിരിക്കുന്നു. വേഗം ആരാണെന്ന് കണ്ടുപിടിക്കൂ സാർ. നിങ്ങൾ തിടുക്കം കാണിക്കുന്നത് കണ്ടാൽ ആരോ പ്രതികാരം ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ. വിനോദ് തന്റെ മുഖം ചുളിച്ചു. അങ്ങനെയൊന്നുമില്ല സാർ. ഈ സിനിമാ ഫീൽഡിൽ ഞങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. അതിൽ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ ചെയ്തിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ആരെക്കുറിച്ചെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടോ എന്ന് ഇൻസ്പെക്ടർ ചോദിച്ചു. ഇതുവരെ ഇല്ല സാർ. ശരി, വിനോദിന്റെ വീട്ടിൽ വിവരം അറിയിക്കണം. നിങ്ങൾ പറയുമോ അതോ ഞങ്ങൾ പറയണോ? വേണ്ട സാർ, ഞാൻ തന്നെ അവരുടെ വീട്ടിൽ പോയി പറയാം. നിങ്ങൾ ചെയ്യേണ്ട ഫോർമാലിറ്റികളെല്ലാം നോക്കൂ. ശരി, ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുന്നു. നിങ്ങൾ അവിടെ വന്ന് ബോഡി വാങ്ങിക്കോളൂ. ശരി സാർ. വിൻസെന്റ് തന്റെ കാറെടുത്ത് വേഗത്തിൽ പുറപ്പെട്ടു. പൂങ്കുടി ഗ്രാമത്തിൽ നടന്ന സംഭവങ്ങൾ ഓരോന്നും അവന്റെ മനസ്സിൽ നിഴലാടി. ആരായിരിക്കും? നമ്മൾ ചെയ്ത കൊല ആര് കണ്ടിരിക്കും? ആ ഗ്രാമത്തിലേക്ക് പോയാൽ മാത്രമേ സത്യം അറിയാൻ കഴിയൂ. നാളെ തന്നെ ഞാൻ പോകുന്നു എന്ന് തന്റെ മനസ്സിന്റെ ഉള്ളിൽ ചിന്തിച്ചുകൊണ്ട് കാർ വേഗത്തിൽ ഓടിച്ചു. പൂങ്കുടി ഗ്രാമം. 5 വർഷങ്ങൾക്ക് മുമ്പ് വിൻസെന്റ് ആ ഗ്രാമത്തെ എങ്ങനെ കണ്ടുവോ അതുപോലെ ഇപ്പോഴും ആ ഗ്രാമം ഉണ്ടായിരുന്നു. തൻ്റെ കാർ ആ ഗ്രാമത്തിലൂടെ ഓടിച്ചുകൊണ്ടേയിരുന്നു. നേരെ ആ ശ്മശാനത്തിലേക്കാണ് പോയത്. അവിടെ ആ പെൺകുട്ടി അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം അവന് മറന്നുപോയിരുന്നു. 5 വർഷമായല്ലോ. അതിവേഗം ആ ഗ്രാമത്തിലുള്ള ഒരു വീട്ടിലേക്ക് പോയി. ആ വീട് പൂട്ടിയിരുന്നത് കൊണ്ട് അടുത്തുള്ളവരോട് അന്വേഷിക്കാൻ തുടങ്ങി. പിന്നീട് എന്തോ സങ്കടപ്പെട്ടവനായി കാറിൽ കയറി അവൻ വീണ്ടും തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. അവൻ്റെ വീട്ടിൽ അവന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഡയറക്ടർ കൃഷ്ണ. കൃഷ്ണ സാർ, നിങ്ങളാണോ? വിൻസെന്റ്, എന്താണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ഈ ചോദിക്കുന്നത്? വിനോദ് മരിച്ചു പോയിരിക്കുന്നു, കൂടെ ജിതിനും. 2 പേരും അടുത്തടുത്ത ദിവസങ്ങളിലാണ് മരിച്ചത്. ഇന്ന് വിനോദിന്റെ അന്ത്യകർമ്മങ്ങളിലൊന്നും ചെല്ലാതെ നീ എങ്ങോട്ടാണ് പോയി വരുന്നത്? ഇരുവരും രൂക്ഷമായി സംസാരിച്ചു. അന്ന് വീട്ടിൽ ആരുമില്ലാത്തതിനാൽ അവരിരുവരും ഒറ്റയ്ക്ക് ഏറെ നേരം സംസാരിച്ചു കൊണ്ടേയിരുന്നു. എല്ലാം ശരിയാകും വിൻസെന്റ്. നീ കുറച്ച് ശ്രദ്ധിച്ചിരിക്കേണ്ട സമയമാണ്. ശ്രദ്ധയോടിരിക്കുക. എനിക്ക് ആ മ്യൂസിക് കമ്പോസ് ചെയ്തു തരണം. അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ജോലി മറക്കരുത്. എല്ലാം നന്നായി നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഡയറക്ടർ കൃഷ്ണ അദ്ദേഹത്തിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോയി. അന്നത്തെ രാത്രി മാനസിക സംഘർഷം കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടവനുമായി ആ രാത്രി വിൻസെന്റ് തള്ളി നീക്കി. ഇൻസ്പെക്ടർ കാർത്തിക് വീട്ടിലായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഫോൺ ശബ്ദിച്ചു. അതെടുത്ത് ചെവിയോട് ചേർത്തു. മറുഭാഗത്ത് കോൺസ്റ്റബിൾ വിവേക്. ആ പറ, എന്താണെന്ന്? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ശരി, എന്താ പറ്റിയേ? എന്താണെന്ന് പറയൂ എന്ന് ഇൻസ്പെക്ടർ കാർത്തിക് ചോദിച്ചു. നമ്മുടെ സ്റ്റേഷനിൽ തെളിവായി ഉണ്ടായിരുന്ന രക്തക്കറ പുരണ്ട കത്തി ഞാൻ ലാബിലേക്ക് അയച്ചു. അതിലെന്ത് പറ്റി?
അതിൽ ആ രക്തക്കറ രണ്ടാമത് കൊല്ലപ്പെട്ട വിനോദിന്റെ രക്തമാണ്. ഇത് കേട്ട് ഞെട്ടിപ്പോയി ആ സ്ഥലത്ത് നിന്ന ഇൻസ്പെക്ടർ കാർത്തിക്. എന്താ ഈ പറയുന്നത്? എങ്ങനെയാണ് സ്റ്റേഷനിലുള്ള കത്തിയിൽ വിനോദിന്റെ രക്തക്കറ വരുന്നത്? അതാണ് സാർ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇത് വിശ്വസിക്കാൻ കഴിയുന്നത് പോലെയല്ല. ശരി, എന്തായാലും നോക്കാമെന്ന് പറഞ്ഞ കാർത്തിക് ഫോൺ കട്ടാക്കി. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയ ഡയറക്ടർ കൃഷ്ണ തന്റെ കാറെടുത്ത് 400 കിലോമീറ്റർ അകലെയുള്ള പൂങ്കുടി ഗ്രാമത്തിലേക്ക് പോയി. അദ്ദേഹം ആ പൂങ്കുടി ഗ്രാമത്തിൽ എത്തിച്ചേരുമ്പോൾ സമയം 7:30 അവിടെ ഇതിനു മുമ്പ് വിൻസെന്റ് വന്ന വീടിനടുത്ത് ഡയറക്ടർ കൃഷ്ണയുടെ കാറ് നിന്നു. ആ വീട് പൂട്ടിയിരിക്കുന്നു. ഹലോ, നിങ്ങൾ ഈ നാട്ടുകാരനാണോ എന്ന് അടുത്തുള്ളൊരു വൃദ്ധനോട് ചോദിച്ചു. മെല്ലെ എഴുന്നേറ്റ് വന്ന ആ വൃദ്ധൻ, ഞാൻ ഈ നാട്ടുകാരനാണ്, നിനക്ക് ആരെയാണ് വേണ്ടത് മോനെ എന്ന് ചോദിച്ചു. നിങ്ങളൊന്ന് കാറിൽ കയറാമോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ആരാണെന്ന് പോലും അറിയില്ല, കാറിൽ കയറാൻ പറയുന്നു. അയ്യോ, ഞാൻ ഡയറക്ടർ കൃഷ്ണ. 5 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ നാട്ടിലൊരു ഷൂട്ടിംഗ് എടുക്കുന്നതിനായി വന്നിരുന്നു. എന്നെ അറിയാമോ? കണ്ടിട്ടുണ്ടോ? എടാ ഡയറക്ടർ മോനെ, നിങ്ങളായിരുന്നു. 5 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. കണ്ണിൻ്റെ കാഴ്ച കുറച്ചിപ്പോൾ ശരിയല്ല. ശരി എന്ന് പറഞ്ഞുകൊണ്ട് ആ വൃദ്ധൻ ഡയറക്ടർ കൃഷ്ണയുടെ കാറിൽ കയറിയിരുന്നു. കൃഷ്ണ കാറ് നേരെ ആ ശ്മശാനത്തിൻ്റെ ലക്ഷ്യമാക്കി തിരിച്ചു. എന്താ മോനെ, എന്താ കാര്യം? പറയണമെന്ന് പറഞ്ഞിട്ട് ശ്മശാനത്തിലേക്ക് വന്നിരിക്കുന്നു. ചേട്ടാ, നിങ്ങൾക്ക് ആ മഹേഷിനെ അറിയാമോ? ആ അറിയാം മോനെ, ഇപ്പോഴാണ് 5 ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. ആ മഹേഷിനെ അടക്കം ചെയ്ത സ്ഥലം ഈ ശ്മശാനത്തിൽ എവിടെയാണെന്ന് കാണിച്ചു തരാമോ? വാ കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ വൃദ്ധൻ കാറിൽ നിന്നിറങ്ങി മെല്ലെ ശ്മശാനത്തിലേക്ക് നടന്നു. ആ പയ്യനിൽ എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് മരിച്ചുപോയി. എന്തോ കൊടിയ രോഗമാണെന്ന് തോന്നുന്നു. അവനെ കാണാനാണോ നീ വന്നത്? ദാ ആ മണൽ കൂമ്പാരമുണ്ടല്ലോ മോനെ, അതാണ് അവനെ അടക്കം ചെയ്ത സ്ഥലം. ആ മണ്ണിൻ്റെ ഈർപ്പം പോലും ഇതുവരെ പോയിട്ടില്ല. അതുപോലെ തന്നെയുണ്ട്, നോക്കൂ എന്ന് ആ വൃദ്ധൻ പറഞ്ഞു. ഡയറക്ടർ മോനെ, നിങ്ങളുടെ അടുത്ത് അന്ന് ചോദിക്കണമെന്ന് ഞാൻ കരുതി. നിങ്ങൾ ഈ നാട് വിട്ടു പോയതിന് ശേഷം ആ സുമതി എന്ന പെൺകുട്ടിയെ കാണാനില്ല. നിങ്ങൾ സിനിമയിൽ എന്തോ അഭിനയിപ്പിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ആ പെൺകുട്ടി എങ്ങോട്ടാ പോയെന്നറിയില്ല. നിങ്ങളുടെ കൂടെ പോയോ? അവളെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോയോ? കൃഷ്ണ ഒന്നും പറയാതെ നിശബ്ദനായി ആ സ്ഥലത്ത് നിന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ 5 വർഷങ്ങൾക്ക് മുമ്പ് പോയി. 5 വർഷങ്ങൾക്ക് മുമ്പ് പൂങ്കുടി ഗ്രാമത്തിലൊരു സിനിമയുടെ ഷൂട്ടിങ്ങിനായി ഡയറക്ടർ കൃഷ്ണയും വിനോദും ജിതിനും വിൻസെന്റും 4 പേരും വന്നിരുന്നു. കൃഷ്ണയുടെ കണ്ണിൽപ്പെട്ടു സുമതി. സുമതിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ ഡയറക്ടർ കൃഷ്ണ അവളെ എങ്ങനെയെങ്കിലും സിനിമയിൽ അഭിനയിപ്പിക്കണമെന്ന് പറഞ്ഞു. അതിനായി തൻ്റെ കൂടെ കൊച്ചിയിലേക്ക് വരണമെന്നും അവളോട് സംസാരിച്ചിരുന്നു. 5 ദിവസങ്ങളിലായി ആ ഗ്രാമത്തിൽ ഷൂട്ടിംഗ് നടന്നു. 5-ാം ദിവസത്തെ അവസാനം സുമതിയെ കാണാനില്ലായിരുന്നു. ഡയറക്ടർ കൃഷ്ണ വീട്ടിൽ പോയി അവളെ തിരഞ്ഞു നോക്കി. അവിടെ അവളില്ലായിരുന്നു. എങ്ങോട്ട് പോയെന്നറിയാതെ അവിടെ നിന്നും പുറപ്പെട്ടു. വിനോദ് മരിച്ചതിന് ശേഷം വിൻസെന്റിന്റെ വീട്ടിൽ പോയപ്പോഴാണ് അന്ന് നടന്ന യഥാർത്ഥ സംഭവങ്ങൾ ഡയറക്ടർ കൃഷ്ണ അറിഞ്ഞത്. വിൻസെന്റ്, നീ എന്തോ എൻ്റെ അടുത്ത് വിളിക്കുന്നു. എന്താണെന്ന് സത്യം പറയൂ. കൃഷ്ണ സാർ, ഞാൻ പറയാൻ പോകുന്ന കാര്യം പുറത്തെവിടെയെങ്കിലും പറയരുത്. എന്തായാലും ഞാനും മരിക്കുമെന്ന് ഉറപ്പാണ്. എന്താണ് ഈ ഭ്രാന്തനെ പോലെ സംസാരിക്കുന്നത്? എന്താണ് പറ്റിയത്? ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുന്നുണ്ടോ? നിന്നെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? എന്തു പറ്റി? പറഞ്ഞാൽ മാത്രമല്ലേ അറിയാൻ കഴിയൂ. കൃഷ്ണ സാർ, 5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പൂങ്കുടി ഗ്രാമത്തിൽ പോയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നന്നായി ഓർമ്മയുണ്ട്. ആ ഗ്രാമത്തിലല്ലേ സുമതി എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നത്? ആ പെൺകുട്ടി വളരെ സുന്ദരിയാണ്. അവളെ എങ്ങനെയെങ്കിലും നായികയാക്കണമെന്ന് ഞാൻ കരുതി. പക്ഷെ ആ പെൺകുട്ടി നമ്മൾ പുറപ്പെടുന്ന അന്ന് എങ്ങോട്ട് പോയി. അവളെ അന്വേഷിച്ചു നോക്കി. അതിനുശേഷം വിട്ടുകളഞ്ഞു. ആ പെൺകുട്ടിയെ ഞങ്ങൾ 3 പേരാണ് കൊന്നത്. ഇത് കേട്ട് ഡയറക്ടർ കൃഷ്ണയുടെ കണ്ണുകൾ ആശ്ചര്യത്തിൽ വിടർന്നു. എന്താണ് നിങ്ങൾ ചെയ്തു വച്ചിരിക്കുന്നത്? ബുദ്ധിയുണ്ടോ നിങ്ങൾക്ക്? ആ കൊല ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതുകൊണ്ടാണ് പ്രതികാരത്തിന് പ്രതികാരം ചെയ്യാനായി ജിതിനെയും വിനോദിനെയും കൊന്നത്? ഇല്ല സാർ, ഇത് പ്രതികാരത്തിൻ്റെ കാര്യമാണ്. പക്ഷെ കൊല്ലുന്നത് ആ സുമതിയാണ് സാർ. എന്താ നീ പറയുന്നത്? അതെ സാർ, ദൂരെ നിന്ന് ഞാൻ നിങ്ങളുടെ വീട് നോക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ പലതവണ ഞാൻ അവളെ കണ്ടിട്ടുണ്ട്. അവൾ നിങ്ങളുടെ വീടിനടുത്ത് തന്നെയാണ് സാർ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സത്യമാണ് സാർ പറയുന്നത്, എന്നെ വിശ്വസിക്കൂ. ഓരോ കൊലപാതകവും നടന്നതിന് ശേഷം സുമതിയെ നിങ്ങളുടെ വീട്ടിൽ ഞാൻ കാണും. ഞാൻ സത്യമാണ് പറയുന്നത് സാർ, എന്നെ വിശ്വസിക്കൂ. അന്ന് ഞങ്ങൾ 3 പേരും ആ പെൺകുട്ടിയെ നശിപ്പിച്ചു കൊലപ്പെടുത്തി ശ്മശാനത്തിലടക്കി. അതിനെ സഹായിച്ചത് മഹേഷ്. ഷൂട്ടിംഗ് സമയത്ത് നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്നില്ലേ ആ പയ്യൻ ഇപ്പോൾ ജീവനോടെ ഇല്ല. അവനെന്തോ രോഗം വന്ന് മരിച്ചു പോയിരിക്കുന്നു. അവൻ മരിച്ചുപോയ അടുത്ത ദിവസം തന്നെ ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങി. എങ്ങനെ, എന്താണ് എന്നൊന്നും എനിക്കറിയില്ല സാർ. എന്താടാ, കൊല ചെയ്തിട്ട് 5 വർഷമായെന്ന് പറയുന്നു. ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണോ അത് പ്രേതമായി വന്ന് കൊല ചെയ്യുന്നത്? നീ പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നത് പോലെ തോന്നുന്നില്ല. ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ല സാർ. എൻ്റെ ജീവൻ പോയതിനു ശേഷം നിങ്ങൾ തീർച്ചയായും വിശ്വസിക്കും. ആ പൂങ്കുടി ഗ്രാമത്തിലേക്ക് തീർച്ചയായും നിങ്ങൾ പോകും. അതൊന്നുമില്ലടാ, നീ നിന്റെ മ്യൂസിക് ചെയ്യുന്ന ജോലി നോക്ക്.
നീ അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ അവിടെ നിന്നും പോയത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ചലിച്ചുകൊണ്ടേയിരുന്നു. ഡയറക്ടർ മോനെ എന്താണ് ആലോചിക്കുന്നത് എന്ന് ഡയറക്ടറുടെ കയ്യിൽ പിടിച്ചു കുലുക്കി ശ്മശാനത്തിൽ നിന്നിരുന്ന ആ വൃദ്ധൻ. ഒന്നുമില്ല സാറേ, ആ പയ്യൻ എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയാമോ? എന്തോ ക്യാൻസറാണെന്ന് പറയുന്നു. ഒരുപാട് നാളായി ആശുപത്രിയിൽ പോയി വന്നുകൊണ്ടിരിക്കുന്നു. അവസാനം ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മരിച്ചുപോയത്. ശരി. മഹേഷിനെ അടക്കം ചെയ്തിരുന്ന സ്ഥലത്തിനടുത്ത് ഒരു മണൽ കൂമ്പാരം കാണപ്പെട്ടു. കൃഷ്ണ അത് ശ്രദ്ധിച്ചു നോക്കി. അതെ ചേട്ടാ, ഇവൻ മരിച്ച അന്ന് വേറെ ആരോ മരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ മണൽ കൂമ്പാരം ആ സ്ഥലത്തുണ്ടല്ലോ. ആ മണ്ണ് പോലും കുറച്ച് ഈർപ്പമുള്ളതാണല്ലോ. അതൊന്നും പറയേണ്ട മോനെ. ഈ പയ്യൻ മരിച്ചതിന് ശേഷം ആ സ്ഥലത്ത് അടക്കം ചെയ്യാമെന്ന് കരുതി കുഴിച്ചു. ആ സ്ഥലത്ത് നേരത്തെ ആരെയോ അടക്കം ചെയ്തിരുന്നു. ആ കുഴി തോണ്ടുമ്പോൾ എന്തോ സംഭവം നടന്നുവെന്ന് പറഞ്ഞ് കുഴിച്ചുകൊണ്ടിരുന്നവരെല്ലാം എന്തോ സംസാരിച്ചിരുന്നു അത്രേ. എന്തോ ഒരു വലിയ കാറ്റെല്ലാം അടിച്ചു. ആ കുഴിക്കുള്ളിൽ ശ്വാസം വിടുന്ന ശബ്ദമെല്ലാം കേട്ടതുപോലെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അത് തുടർന്നു കുഴിക്കുമ്പോൾ ഉള്ളിലൊരു അസ്ഥിക്കൂടം കണ്ടു. പേടിച്ചു പോയ കുഴി തോണ്ടിയവരെല്ലാം അത് കുഴിയിലിട്ട് അതുപോലെ മൂടിയിരുന്നു. ഇത് കേൾക്കാൻ എനിക്ക് തന്നെ കുറച്ച് ഭയമായിരുന്നു മോനെ. ശരി, ഈ ഇരുട്ടുള്ള സമയത്ത് നമ്മൾ ഇവിടെ നിൽക്കണ്ട. സമയം 8 മണിക്ക് മേലെയാകാൻ പോകുന്നു. ശ്മശാനത്തിൽ എന്ത് ജോലി? വരൂ നമുക്ക് പോകാം എന്നാ വൃദ്ധം പറഞ്ഞു. അപ്പോഴാണ് വിൻസെന്റ് പറഞ്ഞത് സത്യമാണെന്ന് കൃഷ്ണയ്ക്ക് മനസ്സിലായത്. മഹേഷ് മരിച്ചപ്പോൾ അവൻ്റെ ശരീരം അടക്കം ചെയ്യാനായി കുഴിച്ച സ്ഥലം സുമതിയെ അടക്കം ചെയ്ത സ്ഥലമാണ്. കൊല ചെയ്യപ്പെട്ട അന്ന് രാത്രി മഹേഷ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന നാരങ്ങ 4 കഷ്ണങ്ങളാക്കി മുറിച്ച് ആ കുഴിയുടെ 4 മൂലകളിലും എറിഞ്ഞിരുന്നു. ആ നാരങ്ങ ആത്മാവിനെ നിയന്ത്രിച്ച് നിർത്തിയിരുന്നു. മഹേഷ് ഉള്ളിടത്തോളം കാലം ആ സ്ഥലത്ത് അവൻ ആരെയും അടക്കം ചെയ്യാൻ അനുവദിച്ചില്ല. അവൻ മരിച്ചതിന് ശേഷം ആ കുഴി തോണ്ടിയപ്പോൾ ആ ആത്മാവിന് മോചനം ലഭിച്ചിരുന്നു. അങ്ങനെ 3 പേരെയും 3 രാത്രികളിൽ ആ ആത്മാവ് കൊന്നു. ഇതെല്ലാം വിചാരിച്ച് ഭയത്തോടെ കൃഷ്ണ ആ ശ്മശാനത്തിൽ നിന്നും വേഗത്തിൽ പുറപ്പെട്ടു. പോകുമ്പോൾ കൃഷ്ണ മെല്ലെ തിരിഞ്ഞു നോക്കി. സുമതിയെ അടക്കം ചെയ്ത സ്ഥലത്ത് അവളുടെ ആത്മാവ് ഡയറക്ടർ കൃഷ്ണയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കൃഷ്ണ തലതിരിച്ച് ശ്മശാനത്തിൻ്റെ കവാടത്തിലേക്ക് മുന്നോട്ട് തന്നെ നീങ്ങി. ഇത് ഞാൻ പുറത്തുപോയി പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നെൻ്റെ മനസ്സിൽ അപ്പോൾ തോന്നി. അപ്പോൾ ഇതായിരുന്നു കഥ. ഇങ്ങനെയെല്ലാം ഒരാത്മാവിന് വരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര ദുഷ്ടന്മാർ ഈ ലോകത്തിപ്പോൾ ഇല്ലാതിരുന്നേനെ. സുഖിച്ച് നല്ല ബിരിയാണിയൊക്കെ അടിച്ച് ജയിലിൽ ഇപ്പോഴും ഉണ്ട് നമ്മുടെ നാട്ടിൽ. എന്താ പറയാ, അങ്ങനെ ഒരു അവസ്ഥ. എന്തായാലും പുതിയ കഥയുമായി വീണ്ടും വരാൻ. ലവ് യു ഓൾ. ബൈ.